ജനസുമോദ് വി ഡി സതീശന്റെ മുഖഭാവത്തിൽ അദ്ദേഹം ഇറങ്ങി വരുമ്പോഴും പിന്നീട് കാറിൽ പോകുമ്പോഴും എല്ലാം അദ്ദേഹം സന്തോഷവാനാണ് എന്ന് കാണുന്നു മുഖത്ത്. കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ സന്തോഷവാനല്ല, അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ചിരിക്കുന്ന കാണുകയാണ്. എന്ന് വെച്ചാൽ വഴങ്ങൂ കെ സി എന്ന് പറയുകയും അദ്ദേഹം അതിന് വിധേയനാകാൻ നിർബന്ധിതനാവുകയും ചെയ്തു. ഇനി ആ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കട്ടെ. നിഷാദ്, ഇതിൽ മറ്റു ചില വളരെ ഗൗരവമാർന്ന വിഷയം കൂടി ഈ ചർച്ചയിൽ നടന്നിരുന്നു. കാര്യം ഈ മൂന്ന് നേതാക്കളോടും ഒരു മയമില്ലാതെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ടത്. പ്രത്യേകിച്ച് മല്ലികാർജുന ഖാർഗെ, ദീപാദാസ് മുൻഷി, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പറഞ്ഞത് ഒരു മഹാവിജയം കേരളത്തിലുണ്ടായതിനു ശേഷം നേതാക്കന്മാർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവരോട് ചോദിച്ചത്. കാര്യം നേതാക്കന്മാർ ചേരിതിരിഞ്ഞ് അവരുടെ പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു, അവരുടെ ബാനർ വെക്കുന്നു, കരിയോയിലൊഴിക്കുന്നു. ഇതെല്ലാം ഒരു ജനത്തെ അപഹസിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യം ഹൈക്കമാൻഡ് തന്നെ ഒരു സ്വിച്ച് ഇട്ടതുപോലെ തന്നെ ഈ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരുമിച്ച് നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന ഒരു വിഷയമാണ് ഇത്രയും ദിവസം തെരുവിലൂടെ വലിച്ചഴച്ചത്. അതുകൊണ്ട് ഈ മൂന്ന് നേതാക്കന്മാരും ഒരേപോലെ തന്നെ അവർ കുറ്റക്കാരാണ്. ഇത്തരത്തിലുള്ള ഒരു തെരുവിൽ ഇറങ്ങി അണികൾ തമ്മിൽ തല്ലുകയും പ്രതിഷേധിക്കുകയും ഫ്ലക്സ് കീറുകയും ഏറ്റവും പ്രധാനമായിട്ട് ഹൈക്കമാൻഡിന് ബുദ്ധിമുട്ടേറിയ സംഭവം ഉണ്ടായത് ഉമ്മൻചാണ്ടിയുടെ ഒരു ഫ്ലക്സ് വലിച്ചു കീറിയതായിരുന്നു. അത് തന്നെ 2 റിപ്പോർട്ടുകളാണ് ഉടനടി തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം പിന്നീട് ചർച്ച ചെയ്യാം. ആദ്യം നിർത്തേണ്ടത് ഈ തെരുവിലെ യുദ്ധമാണ്. അതുകൊണ്ട് അത് നിർത്താനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം. അതിനുവേണ്ടി തന്നെ ഈ പ്രധാനപ്പെട്ട 3 നേതാക്കന്മാരും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഈ ഹൈക്കമാൻഡ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാത്രി തന്നെ ഫ്ലക്സുകളെല്ലാം നീക്കം ചെയ്യണം എന്നുള്ള ഒരു കർശന നിർദ്ദേശം നൽകിയത്. അവർക്ക് മല്ലികാർജുന ഖാർഗെയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ ഇരുന്ന് തന്നെ അവരുടെ ഗ്രൂപ്പ് മാനേജർമാർ, അവരുടെ താഴെയുള്ള നേതാക്കന്മാർ അവരുടെ എല്ലാം എത്രയും പെട്ടെന്ന് ഈ രാത്രി തന്നെ ഈ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണം. അത് 24 മണിക്കൂറുള്ളിൽ ചെയ്യണം. നാളെ പുലരുമ്പോൾ കേരളം ഇത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് ബോർഡുകളോ ചേരിതിരിഞ്ഞുള്ള ഒരു കോലാഹലങ്ങളോ കേരളത്തിൽ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ധനസുമോദ്, ഇതെന്താണ് സംഗതി? ഇതിനകത്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടോ? അതിന്റെ പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ? ആ തീരുമാനം ഹൈക്കമാൻഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഏത് സമയത്ത് തീരുമാനിക്കണം എന്നുള്ളൊരു കാര്യം ഹൈക്കമാൻഡ് അറിയിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഈ ചർച്ചയിൽ ഹൈക്കമാൻഡിന്റെ മൂഡ് എന്താണ്? അതായത് ജനവികാരം പരിഗണിക്കാം എന്നതിലാണോ അവരുള്ളത്? ജനവികാരം പരിഗണിക്കുക എന്നുള്ളതിനുപരിയായിട്ട് ജനം ഇതുപോലെ ഒരു തെരുവിലിറങ്ങിയ സാഹചര്യം ഒഴിവാക്കേണ്ടിയിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. മാത്രമല്ല, ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പ്രവർത്തിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുക. ശരിയാണ്, ഈ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞവർ ശകാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ശകാരം ഒരു വി ഡി സതീശന് വിരുദ്ധ വികാരമായി ഹൈക്കമാൻഡിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? സാധാരണ ഈ സംഘടനാ ജനറൽ സെക്രട്ടറി ആണ് ആദ്യം സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ ആദ്യം സംസാരിക്കാൻ തയ്യാറായത് വി ഡി സതീശൻ തന്നെയായിരുന്നു. കാര്യം വി ഡി സതീശന് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ നടത്തിയത്. കാര്യം വി ഡി സതീശനും കെ സി വേണുഗോപാലും സംസാരിച്ചതിന് ശേഷമാണ് രമേശ് ചെന്നിത്തല സംസാരിച്ചത്. കാര്യം ആദ്യം ഈ നേതാക്കന്മാർ 3 രീതിയിലായിരുന്നു കടന്നുപോയത്. അവർ ഒരുമിച്ച് ഇതുവരെ ഇരുന്നില്ലായിരുന്നു. പക്ഷെ ഈ വന്നതിന് ശേഷം, യോഗത്തിന് ശേഷം സംസാരിച്ചതും ഏറെ സന്തോഷവാനായി കാണപ്പെട്ടതും വി ഡി സതീശൻ തന്നെയായിരുന്നു. വി ഡി സതീശനാണ് തീരുമാനത്തിന്റെ രൂപത്തിൽ പുറത്തു വരുമെന്ന് നമ്മൾ നോക്കുകയാണ്.